സമ്പാദിച്ചു എന്ന്, ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് പണം സമ്പാദിച്ചു എന്ന്, നരബലി നൽകി ദേവപ്രീതി നടത്തിയിരുന്നു എന്നുമാണ് എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇത്തരം അനാചാരങ്ങൾ 1855 തിരുവിതാംകൂറിൽ എങ്ങനെയാണ് നിർത്തലാക്കിയത്? അടിമ വ്യാപാര മോചനത്തിലൂടെ നിർത്തലാക്കി. അപ്പൊ ജാതി എന്ന് പറയുന്നത് 4 ഉള്ളൂ. സമുദായം നമ്മുടെ രാജ്യത്ത് 4222 സമുദായങ്ങളുണ്ട്. സമുദായം വേറെയാണ്, ജാതി വേറെയാണ്. ഇനിയെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം, ജാതി 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 എന്ന് പറയുമ്പോൾ ഇപ്പൊ മലബാറിൽ വരുമ്പോൾ തീയർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, ഇല്ലേ? ഈ തീയരും മധ്യ തിരുവിതാംകൂറില് അങ്ങോട്ട് തിരുവനന്തപുരം വരെ കിടക്കുന്ന ഈഴവനും തമ്മിൽ കുലബന്ധം പോലുമില്ല. സിംഹളർ ഇനി ഈഴവൻ എന്ന് തന്നെ എഴുതുന്ന വിഭാഗമുണ്ട്, സെയിം ആയിട്ട് എഴുതുന്ന വിഭാഗമുണ്ട്. ഈഴവൻ, ഇഴുവൻ, ചോവൻ, തീയൻ, കൊട്ടും. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ടവർ? ഇവരെല്ലാം കൂട്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തികവും അധികാര രാഷ്ട്രീയവും ഒക്കെ കൈയാളുന്നവരായി മാറിക്കൊണ്ട് ജനസംഖ്യയിൽ 27% എന്ന് പറഞ്ഞുകൊണ്ട് കാലാകാലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി സംവിധാനങ്ങളിലും ഏത് പാർട്ടി എടുത്താലും, പാർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ പാർട്ടി എന്ന് കാണുന്ന ചിലര് ഒരു പ്രത്യേക പാർട്ടിയാണ്, അതല്ല, പാർട്ടി എക്സ് ഓർ വൈ എല്ലാ പാർട്ടിയിലും വന്ന് അതിന്റെ ഭാരവാഹികളായി മാറുന്ന ആരാണ്? ഒരു വിഭാഗം. അപ്പോ ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, എല്ലാ ജില്ലാ കമ്മിറ്റികളെടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെയാണ്. നമ്മുടെ ആൾക്കാർക്ക് അങ്ങോട്ടൊന്നും കയറി പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്തുകൊണ്ടാണ് ആ സാഹചര്യം വരുന്നത്? സംഘടിതരാണ്. 1905 ബ്രിട്ടീഷുകാരന്റെ ഡിവൈഡർ റൂള് എന്ന് പറയുന്ന കട്സൺ പ്രഭു നടപ്പിലാക്കിയ ഡിവൈഡർ റൂള് നമുക്കേറെ ഉപയോഗിക്കാം. എവിടെ സംഘടിക്കുമോ അവിടെ നമ്മുടെ ആൾക്കാർ തന്നെ ചിലപ്പോൾ ഇതിനകത്തും ഉണ്ടാകും, നുഴഞ്ഞു കയറ്റി വിട്ട് പരമാവധി വിഷയങ്ങൾ ഉണ്ടാക്കി. തനിക്കെന്തിനാണോ സംഘടന, തനിക്കെന്തിനാണോ സമുദായം? നമ്മളൊക്കെ ഇവിടെ പൊതുസമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ? ഇത് പറയാൻ കൊള്ളാം കേട്ടോ. ജാതിയില്ല വിളംബരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയും അവർ സംഘടിതമായി നിന്നുകൊണ്ട് നേടുകയും ചെയ്യും. എന്റെ വീട്ടിന്റെ അടുത്ത് ഇതുപോലെയാണ്. ഞങ്ങളുടെ വീട്ടിന്റെ അവിടെ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഓരോ 1/2 കിലോമീറ്റർ ചുറ്റളവിൽ 50 വീട്, 100 വീട്, 200 വീട്, 300 വീട്, 1000 വീട് വരെയുള്ള സ്ഥലങ്ങളുണ്ട്. മംഗലക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഉണ്ട്. അതുകൊണ്ട് എന്റെ വീട്ടിൽ വരുമ്പോൾ ആദ്യം കാണുന്ന